ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. സഹിച്ചു മിഴിനീരു തൂകി ഞാൻ. മുള്ളിൽ കുടുങ്ങി തേങ്ങി കരയും ഒരു പാവമാണേ ഞാൻ. എന്നെ തിരക്കി തേടി വരുവാൻ പ്രിയനേശു നീ മാത്രം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അടുത്ത് വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഓർത്ത് സ്തോത്രം ചെയ്യാം. പല ഭവനങ്ങളിലാരും നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യാം. മരിച്ചവരും ഭവനങ്ങളിലിരിക്കുന്നവരാരും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമുക്ക് കൃപയെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഇടവന്നവർ കർത്താവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് സാന്നിധ്യത്തോടുകൂടെ നമ്മെ ഇരുത്തേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന് നന്നായി എന്ന് പറയുവാൻ തക്കണം പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ വചനത്താലും രക്തത്താലും നമ്മെ കഴിയും വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലെ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വന്ന അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ നിറയുവാൻ കൊണ്ട് ഇടയാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും എല്ലാം കൃപയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ്റെ വലിയ ദാസിക്കായി സ്തോത്രം ചെയ്യാം. രാത്രി നമ്മുടെ മധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ദൈവത്തിൻ്റെ അതിശക്തമായിരിക്കുന്ന വചനം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ കത്തിക്കൊണ്ടിരിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ കർത്താവേ ഈ മീറ്റിങ്ങിൻ്റെ ഈ ദിവസത്തിനായി സ്തോത്രം. ഈ ആരംഭ ദിവസത്തിൽ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവെ ആദ്യം മുതൽ അവസാനം വരെയും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ ഹൃദയത്തോടും അവിടുന്ന് വാദിക്കണമേ. ആവശ്യങ്ങളുമായി കടന്നു വന്നവരും രോഗികളായിട്ടുള്ളവരുണ്ട്.
ഇവിടുത്തെ ശുശ്രൂഷ മുഖാന്തരമായിട്ട് എല്ലാവർക്കും ഒരു വിടുതൽ ലഭിക്കാൻ തക്ക വേണ്ടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവ് എടുക്കണം. സകലവും യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. കഷ്ടതയെല്ലാം തീർന്നിടാറായി, വാഗ്ദത്തങ്ങൾ നിറവേറാറായി. കഷ്ടതയെല്ലാം തീർന്നിടാറായി, വാഗ്ദത്തങ്ങൾ നിറവേറാറായി. കർത്തനേശു വെളിപ്പെടാറായി, അവന്റെ ജനമേ ഉണർന്നിടുക. കർത്തനേശു വെളിപ്പെടാറായി, അവന്റെ ജനമേ ഉണർന്നിടുക. കഷ്ടതയെല്ലാം തീർന്നിടാറായി, വാഗ്ദത്തങ്ങൾ നിറവേറാറായി. ഇന്ന പരിഹാസം വന്നിടും വേളയിൽ നിന്നായിട്ടോനെ നീ മറന്നിടല്ലേ. നിന്ന പരിഹാസം വന്നിടും വേളയിൽ നിന്നായിട്ടോനെ നീ മറന്നിടല്ലേ. നിന്നിച്ചോർക്കാവൻ നൽകും ശിക്ഷയുമാനാളിൽ നിന്നായിട്ടോർക്കോ പ്രതിഫലവും. നിന്നിച്ചോർക്കാവൻ നൽകും ശിക്ഷയുമാനാളിൽ നിന്നായിട്ടോർക്കോ പ്രതിഫലവും. കഷ്ടതയെല്ലാം തീർന്നിടാറാം, വാഗ്ദത്തങ്ങൾ നിറവേറാറായി. കഷ്ടതയെല്ലാം തീർന്നിടാറായി, വാഗ്ദത്തങ്ങൾ നിറവേറാറായി. ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് നമ്മുടെ അധരങ്ങൾ തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ. നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നാം പാടുന്ന പാട്ടുകൾ, നാം ഹല്ലേലൂയ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരേണ്ടതിന് വേണ്ടി ദൈവഹിതപ്രകാരം നാം പണിയപ്പെടുന്ന ഒരു രാത്രികാലമാക്കി മാറണം. നമ്മുടെ അധരങ്ങൾ തുറന്ന ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം, അവൻ നമ്മെ വിളിച്ചു വേർതിരിച്ച് ഇത്രത്തോളം കൊണ്ടുവന്ന് നിലനിർത്തിയ ദൈവം, അവൻ നമ്മെക്കുറിച്ച് ഒന്ന് ആഗ്രഹിക്കുന്നു. അവന് നമ്മെക്കുറിച്ച് ഒരു ഹിതമുണ്ട്, അവന് നമ്മെക്കുറിച്ച് ഒരു ഇഷ്ടമുണ്ട്. അതും പ്രകാരം നാം നമ്മുടെ ജീവിതത്തിലായിത്തീരണം. അത് പ്രകാരമായി തീരുവാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ച് നാം പാടി ദൈവത്തെ ആരാധിക്കുവാൻ പോവുകയാണ്. നമ്മുടെ ഇഷ്ടമൊന്നും വേണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടം മതി. ഈ ലോകത്തിലെ ഹല്ലേലൂയ സകല എതിരുകളെയും സകല ശത്രുവിൻ്റെ ദുർഘടങ്ങളെയും ഹല്ലേലൂയ ബന്ധിച്ചപ്പുറം ചെല്ലണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാം ജീവിതം ക്രമീകരിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കൈയിലിരിക്കയാ, ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കൈയിലിരിക്കയാ, ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം
മോദമായി എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ഇഷ്ടം മാത്രം ഇന്ന് രാത്രികാലം പൂർണ്ണമാകട്ടെ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് കരങ്ങളെ അടിച്ച് ദൈവത്തെ പാടി ആരാധിക്കുവാൻ പോവുകയാണ്. അവൻ്റെ ഹിതം മാത്രം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മതി. നാം ഇന്നായിരിക്കുന്നത് നമ്മുടെ പുണ്യപ്രവൃത്തിയോ നമ്മുടെ യോഗ്യതയോ ഒന്നും കൊണ്ടല്ല. ഹല്ലേലൂയ അവൻ്റെ കൃപ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നാം കടന്നു വന്ന സാഹചര്യങ്ങളെല്ലാം നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ ഹല്ലേലൂയ പ്രാപ്തി കൊണ്ടോ നാം കടന്നു വന്നതല്ല. അവൻ്റെ കൃപയാൽ നമ്മെ നടത്തിയതാ. അതിരങ്ങളെ തുടർന്ന് നമ്മെ നടത്തിയ ദൈവത്തെ ഒന്ന് നന്ദി കരേറ്റി അവനെ ഒന്ന് സ്തുതിച്ച് പാടിയാട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്തൊന്ന് സ്തുതിച്ചാട്ടെ. ജീവിതത്തിൽ എവിടെയെല്ലാമാണോ നാം പുറകോട്ട് പോയിരുന്നത്, നമ്മുടെ അവിശ്വസ്തത കണക്കിടാതെ വിശ്വസ്തനായി ഹല്ലേലൂയ കർത്താവ് നിന്നുകൊണ്ട് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഹല്ലേലൂയ ദൈവസന്നിധി നമ്മെ ഒന്ന് സമർപ്പിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ ഇന്ന് രാത്രി കാലം ഉയരട്ടെ. സ്തുതിക്കുന്നത് നേരിലുള്ളവർ ഉചിതം. സ്തുതിയിന്മേൽ ഇറങ്ങി വരുന്നത് നമ്മുടെ ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഹല്ലേലൂയ കരങ്ങളെ അടിച്ച് നാം ദൈവത്തെ പാടി ആരാധിക്കാൻ പോവുക. അവന്റെ കൃപയൊന്ന് മാത്രമാണ് നാം ഇന്നായിരിക്കുന്നത്. ഹല്ലേലൂയ. കൃപയേറും കർത്താവിനൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാ. കൃപയൊന്നാശ്രയം ഹല്ലേലൂയ. കൃപയൊന്നേനാനന്ദമാണ്. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേലും മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുപാതയിൽ അനുദിനമൊളി നൽകും കൃപയോന്നാശ്രയമാ. ഇരുപാതയിൽ അനുദിനമൊളി നൽകും കൃപയോന്നാശ്രയമാ. കൃപയൊന്നാശ്രയം ഹല്ലേലൂയ. കൃപയൊന്നാനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഒരവൈരിയും ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്വതഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്വതഗീതം പാടിടും ഞാൻ. കൃപയൊന്നാശ്രയം ഹല്ലേലൂയ. കൃപയൊന്നേനാനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവരെന്നാലും തിരുജീവനെ തന്നവനിനി മേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിനി മേലും കൃപയാൽ നടത്തുമെന്നേ. കൃപയൊന്നാശ്രയം ഹല്ലേലൂയ. കൃപയൊന്നേനാനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഒരവൈരിയും ബലം അവൻ
ചേർത്തല്ലോ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്വപ്രഗീതം പാടിടും ഞാൻ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്വപ്രഗീതം പാടിടും ഞാൻ കൃപയൊന്ന് ആശ്രയം ഹാലേലൂയ കൃപയൊന്ന് വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലോ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലോ ആയിരം ആയിരം നാവുകളാ അത് വർണ്ണിപ്പതിനെഴുതോ ആയിരം ആയിരം നാവുകളാ അത് വർണ്ണിപ്പതിനെഴുതോ പതിനായിരത്തിൽ സാധ്യമോ പതിനായിരത്തിങ്കലൊരംശം സാധ്യമോ എന്തതിശയമേ ദൈവത്തിൽ സേവ എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൽ സേവ എത്ര മനോഹരമേ ദൈവമേ നവ സ്നേഹമതി പിതാവാക്കു ചിന്തിച്ചറിയാം ദൈവമേ നിന്നവ സ്നേഹമത് ഇതമാർക്കു ചിന്തിച്ചറിയാം എനിക്കാവതില്ലേ അതിനാഴമറ നിഴലേറ്റ ദൂരമത് എനിക്കാവതില്ലേ അതിനാഴമറ നിഴലേറ്റ ദൂരമത് എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ പാപത്താൽ നിന്നെ തോൽപ്പിച്ചു ഒരു കാലത്തിലും ഭയവാ പാപത്താൽ നിന്നെ തോൽപ്പിച്ചു ഒരു കാലത്തിലും ഭയവാ സ്നേഹമാവിയ നീ എന്നെ സേവിച്ചതോ എന്നെ ആശ്ചര്യമേറിടുന്നേ സ്നേഹമാവിയ നീ എന്നെ സേവിച്ചതോ എന്നെ ആശ്ചര്യമേറിടുന്നേ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ ആയിരത്തിങ്കലൊരംശം സാധ്യമോ പതിനായിരത്തിങ്കലൊരംശം സാധ്യമോ എന്തതിശയമേ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ ദൈവമേ സ്നേഹമത് ഇതമാർക്കു ചിന്തിച്ചറിയാ ദൈവമേ അവനറിയാമത് ഇതമാർക്കു ചിന്തിച്ചറിയാ എനിക്കാവതില്ലേ വചനമ ഇതേറ്റത ദൂരമ എനിക്കാവതില്ലേ വചനമ ദിശേറ്റത ദൂരമ Thank you.
തുടർന്ന് മങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ചില വിടുതലുകൾ വെളിപ്പെടുവാൻ, ചില വിഷയങ്ങളുടെ മറുപടികൾ എന്ന് വെളിപ്പെടുവാൻ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷത്തിന് കാരണമായി തീരട്ടെ. വ്യക്തി ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ, മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുവാൻ എന്റെ ദൈവമേ അങ്ങയുടെ ഹിതപ്രകാരം ക്രമീകരിക്കപ്പെടുന്ന രാത്രിയായി ഇന്ന് രാത്രിയെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ശക്തീകരിക്കണമേ കർത്താവേ. ശക്തമായി കർത്താസ്മാരെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം കൂടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാം പ്രാർത്ഥനയോടുകൂടെ ഹല്ലേലൂയ കർത്താവിന്റെ വിലയേറിയ ദാസിയെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി വചനത്തിൻ്റെതായിരിക്കുന്ന വാതിലുകൾ തുറക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ഹൃദയത്തോടെ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ പാപത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാനായിട്ട് ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ ദാസിയെ കരങ്ങളിൽ എടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഹല്ലേലൂയ ഭൂലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ദാസിയെ തെരഞ്ഞെടുത്തെങ്കിൽ ഈ സ്ഥലത്തും ഈ ദേശത്തും വന്ന് കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും ആവശ്യിക്കാമെന്ന് അത് ചെയ്ത കർത്താവിന്റെ നാമം ഇവിടെ ഉയരട്ടെ. ഹല്ലേലൂയ. ദൈവജനങ്ങൾ ഒന്നിച്ച് ദൈവത്തെ ഹല്ലേലൂയ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആർപ്പിടുകയും ചെയ്യുമ്പോൾ ശത്രുവിന്റെ കോട്ടകൾ തകരുന്ന രാത്രിയായി തീരട്ടെ. വിടുതലുണ്ടാകുന്ന രാത്രിയായി തീരട്ടെ. രോഗസൗഖ്യവും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവൃത്തികളും നടക്കുവാൻ രാത്രി ദൈവം പ്രസാദിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് വയ്ക്കാം. ഇന്ന് നാളെ നടക്കുന്ന മീറ്റിങ്ങില് ഹല്ലേലൂയ ആത്മശക്തിയോടുകൂടെ കടന്നു വരേണ്ടതിന്, അഭിഷേകം പ്രാപിക്കേണ്ടതിന്, വിടുതൽ പ്രാപിക്കേണ്ടതിന്, രോഗസൗഖ്യം പ്രാപിക്കേണ്ടതിന്, കുടുംബങ്ങൾക്ക് ഹല്ലേലൂയ വലിയ വിടുതൽ ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കർത്താവിന്റെ ദാസന്മാരെ എബി മാത്യുവും അതുപോലെ രാജു ജോർജ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ കർത്താവേ, ഈ ദിവസത്തിന്റെ ഈ രാത്രി സമയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ആഴ്ചവട്ടത്തിന്റെ ദിവസം ഇത്രയും പ്രിയപ്പെട്ടവർക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാനുള്ള ദാഹത്തോടുകൂടെ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ അല്പസമയങ്ങൾ ചിലവഴിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിലേക്കും മാസങ്ങളിലേക്കും കർത്താവെ, കഴിഞ്ഞുപോയ നിമിഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കർത്താവിൻ്റെ വിശ്വസ്തത, അവിടുത്തെ സ്നേഹം, അവിടുത്തെ നടത്തിപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും അനുഭവിപ്പാൻ തക്കവണ്ണം കൃപ നൽകിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവം, ജീവപര്യന്തം ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവിനെ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് നൽകി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രിയില് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഇന്നത്തെ രാത്രി ഒരു വിടുതലിന്റെ രാത്രിയായിരിക്കാൻ അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ്, ദൈവത്തിന്റെ ആത്മാവിന്റെ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കടന്നു വന്നതുപോലെ അല്ല, അതിലുപരിയായിട്ട് അവിടുന്ന് കടന്നു പോകുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇരുത്തിക്കൊള്ളണം. ജീവിതത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളുമായിട്ട്, ഞങ്ങൾ അറിയാത്ത പ്രശ്നങ്ങളുമായിട്ട്, കർത്താവെ, നെടുവീർപ്പുകളുമായിട്ട് കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിനും പരിഹാരമായിട്ട് എന്റെ കർത്താവിന്റെ വചനം, ജീവന്റെ വചനം, ഇരുവായ്ത്തലയുള്ള വചനം ദൈവത്തിന്റെ ദാസിയിലൂടെ ഞങ്ങൾക്ക് വിളമ്പിത്തരണമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സന്ധിമഞ്ചങ്ങളെ തുളച്ചു ചെല്ലുവാൻ മതിയായ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും പരിശുദ്ധാത്മാവിന്റെ വചനത്തിലും നിന്റെ ദാസിയിലൂടെ ഞങ്ങൾക്ക് വിളമ്പിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഞങ്ങൾ വചനം കേട്ട് കടന്നു പോകുന്നവരായിട്ടല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അത് ശോധന ചെയ്യുവാൻ, വരും ദിവസങ്ങളിൽ അത് ക്രിയ ചെയ്യുവാൻ, ഇന്നലത്തേക്കാൾ ശകലം കൂടെ, ഇന്നലത്തേക്കാൾ ഉപരിയായി എന്റെ കർത്താവിനെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയെ കഴിഞ്ഞ നാളുകളില് ബാംഗ്ലൂരിന്റെ പ്രദേശങ്ങളില് പ്രയർ ലൈനിലൂടെ, കോൺഫറൻസുകളിലൂടെ
ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കടന്നു എന്ന് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാന് അവിടുത്തെ ദാസിയെ അവിടുത്തെ കരങ്ങളിൽ ഈ ദിവസം എടുത്തുപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ കൃപയുടെ മറവിൽ നിർത്തിയാട്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തിയാട്ട്. കർത്താവേ, ഈ സഭയ്ക്കായിട്ട് സ്തോത്രം. ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസനായിട്ട് സ്തോത്രം. ഈ സഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. നാദാ, സകല മാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങേക്ക് തരുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, കേൾക്കണമേ. വീണ്ടും പ്രാർത്ഥിക്കാം. തലങ്ങളെ വണക്കാം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യായ വേളയ്ക്കായി വീണ്ടും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ തിരുനാമത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവെ വന്നുകൂടുവാൻ, അവിടുത്തെ കർത്താവെ ഇമ്പമാർന്ന ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവെ വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്കായി, ദാനങ്ങൾക്കായി, രോഗശാന്തിക്കായി, നല്ല മാതാപിതാക്കന്മാർക്കായി, ദിവസത്തിനായി, ദേശത്തിനായി, ആയുസ്സിനായി, താലന്തുകൾക്കായി കർത്താവെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുന്നു. കർത്താവെ, ഞങ്ങൾക്കുള്ളതെല്ലാം അവിടുത്തെ ദാനമാണ്. കർത്താവെ, നന്ദിയുള്ളവരായി വിശ്വസ്തരായി അന്ത്യത്തോളം നിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളെ കേൾപ്പിച്ച വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് ക്രിയ ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വെറുതെ വന്ന് വചനം കേട്ടു പോകുക എന്നുള്ളതല്ല, അതിനപ്പുറം കർത്താവെ ദൈവവചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ, അത് ഞങ്ങളിൽ ക്രിയ ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, വചനം പ്രഘോഷിക്കുന്ന അവിടുത്തെ ദാസി അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ഈ നാളിലുവരെ ഉപയോഗിച്ച കൃപകൾക്കായി സ്തോത്രം കർത്താവേ. കർത്താവെ, ദാസിയുടെ മാനുഷിക ശബ്ദമല്ല ഞങ്ങൾ കേൾക്കുന്നത്, ദൈവശബ്ദം കേൾക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാസ്തവമായി കർത്താവെ, ദൈവശബ്ദം ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളും ഇന്ന് കർത്താവെ അനുഗ്രഹത്തോടെ മടങ്ങിപ്പോവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, കർത്താവെ ആരാധിപ്പാനൊക്കെ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സകലതും അവിടുത്തെ കൃപയാണ്. ഞങ്ങളുടെ മിടുക്കൊന്നും വീഴുവാനായിട്ടില്ല. കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ആയുസ് നിഴൽ പോലെയാ. കർത്താവെ, ഞങ്ങൾ കർത്താവെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവ. ഞങ്ങൾ ആരാകുന്നുവെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയാം. കർത്താവിന്റെ കൃപയില്ലാതെ കർത്താവെ ഞങ്ങൾക്ക് ഒരു പടി മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. പൂർണ്ണമായി ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, കർത്താവെ, ഞങ്ങളുടെ ബുദ്ധി, ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ കഴിവ്, ഞങ്ങളുടെ കർത്താവെ എല്ലാം കർത്താവെ തിരുസന്നിധിയിൽ താഴ്ത്തുന്നു. അങ്ങ് തന്നിട്ടില്ലാതെ ഒന്നും ഞങ്ങൾക്കില്ല. അത് പൂർണ്ണമായി സമ്മതിപ്പിക്കുന്നു. കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവെ, അല്പസമയം ഇരിക്കുമ്പോൾ വാസ്തവമായി ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുന്ന് കൂടെ ഇരിക്കണമേ. അവിടുന്ന് മഹത്വം എടുക്കണമേ. സകലം അങ്ങയുടെ പൊന്നുപുത്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ഇനി ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ആരാ പോകുന്നത്? ബന്ധുക്കോസുകാർ പറയും ഞങ്ങളല്ലാതെ ആരും പോകില്ല. തോലികർ പറയും മേളോട്ട് വിട്ടാലും താഴോട്ട് വരുന്നുണ്ട്, ഞങ്ങൾ പിന്നെയും ആണ്ടിലാണ്ടി മേപ്പോട്ട് വിടുന്നുണ്ട്. അപ്പം മേളിൽ ആരോ ഉണ്ട്, കീഴോട്ട് തള്ളിവിടുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? അല്ലേ? കേട്ടില്ല. മറ്റുള്ളവർ പറയും ആണ്ടില് 5 പേര് 3 പേര് 5 കൃപാന 3 കൃപാന കേട്ടിട്ടില്ലേ? അതൊക്കെ കളഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് പോകുന്നത്? അപ്പൊ 5 കൃപാന എന്ന് പറഞ്ഞാൽ 5 അച്ഛന്മാരിൽ നിന്ന് ഈ പുള്ളിയെ എങ്ങോട്ട് വിടുക? അങ്ങ് ബസ്പുർക്കാനായും കഴിഞ്ഞങ്ങ് വിടുക. അതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, അതിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞ അന്യഭാഷയാണ്. അതൊന്നും ആരും പറഞ്ഞോളാം കേട്ടോ. ഇതങ്ങ് മേളിൽ പോവുക. പക്ഷെ 1 വർഷമാകുമ്പോ പുള്ളി വീട്ടിൽ വരും. അങ്ങനെയാണെങ്കിൽ മേളിൽ ആരോ ഉണ്ട്. പിറ്റേ വർഷം 6 or 7 പേരെ നിർത്തി ചൊല്ലിക്കയറ്റുക. പിന്നെയും വരിക. പിതാക്കന്മാരുടെ കാലം മുതൽ തലമുറയെ എന്നാ മോനെ ഇന്ന് പരിപാടി വല്യപ്പച്ചന്റെ കുർബാനയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം സത്യമാ, മേലിൽ ആരോ ഉണ്ട്. ഉണ്ടോ? മിണ്ടാട്ടമില്ലല്ലോ. ചെയ്തതെല്ലാം വേസ്റ്റ് ആകുന്നേ. ആരാ പോകുന്നത്? ഈ കാരുകാരെല്ലാം കൂടെ കിടന്ന് ബഹളമാണ്. എല്ലാരും പറയുന്നത് ഞാൻ പോ. എല്ലാരും കൊണ്ട് അങ്ങോട്ട് വെച്ച് പറയും
കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി വാങ്ങാൻ എഴുന്നേറ്റ്. ഇപ്പൊ വേദപുസ്തകം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ആരാ പോകുന്നതെന്ന് നോക്കാം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. മതി. ഒന്നാമത്തത് കണ്ടവർ പോകും. 17-ാമത്തെ വാക്യത്തിൽ 16-ാമത്തെ വാക്യത്തിന്റെ അവസാനം പറഞ്ഞു, അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. ദൈവം അവർക്കായി, ആർക്കായി? കണ്ണു തുറന്നവർക്കായി. ആരാ കണ്ണു തുറന്നത്? എന്താ കണ്ണു തുറന്നു എന്നുള്ള വാക്കിന്റെ അർത്ഥം? മൂല്യനിർണയത്തിന് മാറ്റം വരിക. അവരാണ് കണ്ണു തുറന്നത്. വില നിർണയം. ഒരു വസ്തുവിനെ കാണാതെ എനിക്ക് അതിന്റെ വില നിശ്ചയിക്കാൻ പറ്റത്തില്ല. ആ വില നിശ്ചയിക്കണമെങ്കിൽ എന്റെ കണ്ണ് തുറക്കപ്പെടണം. കണ്ണ് തുറക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് സ്തോത്രം നിൽക്കുന്നിടം ശരിയല്ലെന്ന് തോന്നി ഒറ്റച്ചാട്ടം. ആണോ? അതോ കല്യാണ സ്നാനമായിരുന്നോ? ഇരിപ്പ് കണ്ടു. മനസ്സിലാകാത്തുള്ള പ്രശ്നമാണോ മനസ്സിലായതിന്റെ പ്രശ്നമാണോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കണ്ണു തുറന്നവർക്കായി അവൻ ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. 37 കൊല്ലത്തിന് മുമ്പേ മർത്തോപ്പള്ളിയിലെ അച്ഛൻ എന്നോട് ചോദിച്ചു, എൻ്റെ കൊച്ച നീ എന്തിനാ ഇതിനകത്തൊന്നും ചാടിപ്പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു കണ്ണു തുറന്നപ്പോ ഇതെല്ലാം ചുമ്മാന്ന് തോന്നി. എല്ലാം കഴിഞ്ഞിട്ട് കുർബാന എല്ലാം കഴിഞ്ഞിട്ടേ അങ്ങ് വരെ കിട്ടുന്നുണ്ടോ? മധുഹയ്ക്കകത്തോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ബലഹീനനും ഭാവിയുമായി എനിക്ക് വേണ്ടി നിങ്ങൾ പോയി പ്രാർത്ഥിപ്പീ. എന്നാ പിന്നെ വേറെ ജോലിയില്ലേ? എന്നും ഇത് കേട്ടോണ്ടിരിക്കാൻ നോക്കുവോ? ന്യായപ്രമാണം പുക കൊണ്ട് ആരാധിച്ച് ഒടുങ്ങുമ്പോൾ കൃപയുടെ പ്രമാണം ആരാധിച്ച് തുടങ്ങി തീ കൊണ്ട്. എന്തിനാ പുറത്തു വന്നത്? ന്യായപ്രമാണം തീ കൊണ്ട്, ന്യായപ്രമാണം പുക കൊണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെല്ലത്തില്ലയോ? ഞാനിത് കളിയാക്കുകയല്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നരുത്, പരിഹസിക്കുകയല്ല. അവർക്ക് അത്രേ വെളിപ്പെട്ട് കിട്ടിയുള്ളൂ. അങ്ങോട്ട് ചെല്ലുമ്പോ ഏതാണ്ട് സ്പൂണി കോരി അതെ ഇങ്ങോട്ടിടും. പിന്നെ ഒരു കാര്യം ചെയ്യും, ശുദ്ധികലശം നടക്കും അല്ലേ? ഒരു ശുദ്ധീകരണമൊക്കെ അടക്കും. ഇതുകൊണ്ട് വീശിക്കൊണ്ട് വലിയ ഗുണമൊന്നും വന്നില്ലേ? ദൈവത്തിന്റെ സ്തോത്രം. നോക്ക്, ന്യായപ്രമാണം പുക കൊണ്ട് ആരാധിക്കുമ്പോൾ കൃപയുടെ പ്രമാണം തീ കൊണ്ട് ആരാധിച്ചു തുടങ്ങുകയാണ്. ന്യായപ്രമാണം ആരാധകൻ ആംഗ്യം കാണിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കൃപയുടെ പ്രമാണത്തിൽ സംസാരിച്ചു തുടങ്ങി. ഇന്ന് രാത്രിയിലും നിർന്നു പോയിട്ടില്ല. തുടങ്ങ് തുടങ്ങ് തുടങ്ങ്. കണ്ണു തുറന്ന ദൈവമൈതലേ, കണ്ണു തുറന്ന ദൈവമൈതലേ, നീ പതറമടക്കി ഇരിക്കുകയല്ല. നിന്നെ അകത്ത് പകർന്ന്, നിന്നെ വിടുവിച്ച്, നിന്നെ രക്ഷിച്ച്, നിന്നെ പുറത്തു കൊണ്ടുവന്ന കണ്ണു തുറന്ന്. ഹല്ലേലൂയ. പിന്നെ അവിടെ നിൽക്കാനൊക്കത്തില്ല. ചിലരുണ്ടല്ലോ കണ്ണു തുറന്നാലും കറങ്ങി കറങ്ങി അവിടെ തന്നെ നിൽക്കും. തമ്പുരാൻ കണ്ണു തുറന്നു കൊടുത്തു, എന്നാലും എന്തുവാ? വിലയുള്ളത് ഏതാണെന്ന് അറിഞ്ഞിട്ടും അതിന് വില കൊടുത്തിറങ്ങാൻ കഴിയാതെ പിന്നെയും പറ്റിപ്പിടിച്ചു നിന്നാൽ ഈ ഒരുക്കുന്ന നഗരത്തിൽ എത്താൻ കഴിയുകയില്ല. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണു തുറന്ന് എന്ത് കണ്ടു? ആമേൻ. സക്കായിയോട് യോധന് കണ്ണു തുറന്നപ്പോ എന്നാ കണ്ടത്?
ഇരിക്കുന്നതിന്റെ താഴെ നിന്ന് മേപ്പെട്ട് നോക്കുന്നവനെ ഞാൻ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, വാ, ഇറങ്ങി വാ. അയ്യോ കർത്താവേ, ഞാൻ ട്രസ്റ്റ് ചെയ്യാ. എവിടുത്തെയാ? അവിടുത്തെ. എങ്ങനാ ഇറങ്ങുന്നത്? കേറിയ പോലെ ഇറങ്ങും. എന്നെ വഴി വെച്ച് വിടാമെന്ന് വിചാരിക്കണ്ട, ഞാനും വരുവാ വീട്ടിലോട്ട്. അയ്യോ എന്റെ കർത്താവേ, അവിടെ ഇവിടെയൊക്കെ അത് ചെയ്തു. കർത്താവ് ആദ്യം സക്കായിയുടെ ഫോൺ വാങ്ങിച്ചു. ഫോണേ കൊടുക്കാമോ? കൊടുക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഒത്തിരി കൈ പൊങ്ങിയില്ല. ഡിലീറ്റ് ചെയ്തോണം. കർത്താവിന്റെ കൈ കൊടുക്കാൻ കഴിയാത്ത ഫോണെല്ലാം ഡിലീറ്റ് ചെയ്തോണം. അതിനകത്തെ കാര്യങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കർത്താവേ, നീ വന്നാൽ ഇന്റർനെറ്റ് പറഞ്ഞു, മോനെ പാസ്വേഡ് ഒന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ ഇതിനകത്തെന്ന് പറഞ്ഞു. സക്കായി വരണ്ടു നിന്നു. ഇതെല്ലാം യൂസ് ചെയ്യാം, പക്ഷെ ആരോട് കൂടി ഇരുന്നാ? കർത്താവിന്റെ കൂടി ഇരുന്ന. കർത്താവിന്റെ കൂടി ഇരുന്ന് ഇതെല്ലാം യൂസ് ചെയ്യാം. രണ്ടുപേരും കൂടി ഇരുന്ന് കൈകാര്യം ചെയ്തോണം. എന്നാലേ അത് പ്രയോജനമാകും. എന്നാലേ ഇതിനകത്തുനിന്ന് ഇറങ്ങി പോരാനൊക്കൂ. ഇല്ലെങ്കിൽ അങ്ങ് പോ, മൂത്താങ്ങളെ പോയിടത്തോട്ട്. പുള്ളി ഒരു പോക്ക് പോയി. www Egypt.com. വെപ്പൺ, വെൽത്ത്, വൈഫ്. 3 W ശലോമോനെ കയറി പിടിച്ചു. പുള്ളി ആ നെറ്റേ കൂടെ പോയി പിന്നെ കുരുക്ക് ചാകുന്നവരെ അഴിഞ്ഞില്ല. അഴിഞ്ഞോ? പോവല്ലേ, മൂത്താങ്ങളയ്ക്ക് പറ്റിയത് പറ്റല്ലേ. 8 പ്രാവശ്യം ദൈവ പ്രത്യക്ഷത പ്രാപിച്ചവൻ ലോകത്തിലാർക്കും കൊടുക്കാത്ത ജ്ഞാനം കൊടുത്ത് തന്റെ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ ഒരിക്കലും ആരും ഉയരാത്ത ഉയരങ്ങളിൽ പിതാവായ ദാവീദിനെ വാർത്ത് ഉയർന്നു കയറി നീതിയോടെ ഇരിക്കേണ്ടവൻ കുതിരയ്ക്കും ആയുധത്തിനും പെണ്ണിനും വേണ്ടി വെബ്സൈറ്റിൽ കയറി ഇറങ്ങിയത് കൊണ്ട് രാഹാബ് വന്ന ലിസ്റ്റിൽ സലോമോൻ ഇല്ല. കണ്ണു തുറക്കൂ. കർത്താവ് വരാറായി. എവിടെയെങ്കിലും കണ്ണടഞ്ഞു പോയിട്ടുണ്ടോ? വിലനിർണയത്തിന് മാറ്റം വരട്ടെ. ഹല്ലേലൂയ. ദൈവം ആരെന്നറിയട്ടെ. ദൈവാരാധന എന്തെന്നറിയട്ടെ. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്തെന്നറിയട്ടെ. അതിന് വിരോധമായി ഏതു ശക്തികൾ ഉയർന്നു വന്നാലും നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ബെന്യാമിൻ ഗോത്രത്തിലെ ആദ്യ പിതാവായ ശൗൽ ദൈവന്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് തുറന്നു കൊടുത്തു. അവൻ ഇടയ്ക്കിടയ്ക്ക് സാമാനങ്ങളുടെ ഇടയിലോട്ടൊക്കെ ഒരു ഒളിച്ചോട്ടമാണ്. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും. തമ്പുരാൻ പുറകെ ചെന്ന് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. 2 കൊല്ലം കണ്ണ് കാഴ്ച സൂക്ഷിച്ചു. 38 വർഷം കണ്ണിന്റെ കാഴ്ച പോയി. അഭിഷിക്തർക്ക് തലവേദനയായി, രാജ്യത്തിന് ഭാരമായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൽ പിടിച്ചെടുത്തോണ്ട് വന്ന നന്മകൾ മുഴുവൻ തകർന്ന് തരിപ്പണമാക്കി. നോക്കുക, യഹോവയുടെ പെട്ടകം ഗത്ത് എക്രോൻ ഫെലിസ്തീയ ദേശത്തൂടെ യാത്ര ചെയ്യുന്ന അവസ്ഥ. തകർന്ന് തരിപ്പണമായി പോയ സ്ഥാനത്ത് തന്റെ കൊച്ചു മകനായ സൗൽ, ബെന്യാമിൻ ഗോത്രത്തിലെ പുതിയ നിയമ സൗൽ
തന്റെ വല്യപ്പന് സംഭവിച്ചത് തനിക്ക് വരാതിരിക്കേണ്ടതിന് താൻ പറയുക, നിങ്ങളെല്ലാരും പറയുന്നതിനേക്കാൾ 10,000 വാക്ക് ഞാൻ അന്യഭാഷയിൽ എക്സസൈസ് ചെയ്യുന്നവനാ. എനിക്ക് എന്റെ ദൈവത്തോട് ചേർന്നിരിക്കണം. ഗിൽബോവ പർവ്വതത്തിൽ സ്വന്തം വാള് ചാരി വെച്ച് യഹോവയുടെ അഭിഷിക്തൻ പഴയ എന്റെ വല്യപ്പൻ തകർന്ന് തരിപ്പണമായപ്പോൾ തന്റെ കൊച്ചുമോനായ ശൗൽ അതേ ഗോത്രത്തിൽ നിന്നുകൊണ്ട് താൻ പറയുകയോ, ഞാൻ നല്ലവർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. വല്യപ്പന്റെ കിരീടം ഗിൽബോവ പർവ്വതത്തിൽ നിന്ന് ഉരുണ്ടിട്ട് എവിടെ വരെ ഉരുണ്ടെന്നറിയാമോ? കുറച്ച് സഹോദരിമാർ ആ ശവം കാത്തു നിൽക്കേണ്ടി വന്നു. പക്ഷേ പുതിയ നിയമ ശൗല് പറയുക, എന്റെ വല്യപ്പന്റെ തലയിൽ നിന്ന് കിരീടം തെറിച്ചു പോയി. പക്ഷേ നീതിയുടെ കിരീടം നീറോ ചക്രവർത്തിയെ, എന്റെ കഴുത്ത് നീ ഇന്ന് രാത്രി ഇവിടെ വെച്ച് മുറിച്ചാൽ ഞാൻ കാണുന്നത് ഒരു കിരീടം മേളിൽ നിന്ന് താഴേക്ക് എന്റെ തലയെ നോക്കി വരികയോ. വിശ്വാസികളോട് പറയുന്നു, ബിഥുന്യയിലും ഗലാത്യയിലും മറ്റു സ്ഥലങ്ങളിലും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരോട് പറയുക, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയയും സ്ഥിരതയും സഹോദരപ്രീതിയും കൂട്ടിക്കൊള്ളി. സകല ഉത്സാഹവും കഴിച്ച് നിങ്ങൾ ഇത് കൂട്ടിക്കൊള്ളണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരും ഷോർട്ട് സൈറ്റ് ഉള്ളവരും കുരുടരുമത്രേ. വിശ്വാസിയെ, കണ്ണ് തുറക്കപ്പെടട്ടെ, കണ്ണ് തെളിയപ്പെടട്ടെ, വിലയുള്ളത് കാണാൻ. നേരം പോക്കല്ല ആരാധന, എന്റർടൈൻമെന്റ് അല്ല ആരാധന. വെറുതെ സമയം പോക്കുന്നതല്ല ആരാധന. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ഒരാരാധന കഴിഞ്ഞ് ഇന്നത്തെ ശബ്ദം എന്നാന്നറിയാമോ? ഇന്നത്തെ ശബ്ദം എങ്ങനെയുണ്ടിരുന്നു? ഇന്നത്തെ ആരാധന അടിപൊളിയായി. എവിടുന്ന് വന്നാന്നറിയാം ഈ ശബ്ദം? സിനിമ കാണുന്നതിന്റെ തെളിവാന്ന് തോന്നുന്നു. ഈ ശബ്ദം അതിനകത്തുനിന്ന് വന്നതാ. അടിപൊളിയായിരുന്നു. ഞാൻ ചോദിച്ചു, അടിച്ചു പൊളിക്കുന്നതിന് മുമ്പേ ക്രമപ്പെട്ടോ? തമ്പുരാൻ അടിച്ചു പൊളിക്കുന്നതിന് മുമ്പേ ക്രമപ്പെട്ടോണം. ആരാധന അടിപൊളിയല്ല, ആരാധന യാഗമാ. അങ്ങോട്ട് പഴയ നിയമ വിശുദ്ധന്മാർ യാഗപീഠത്തിലേക്ക് പോകുമ്പോൾ ഒരു 300 കിലോ 400 കിലോ വലിപ്പമുള്ള ഒരു വയസ്സുള്ള കാളയുമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഊരും മുടന്നു വന്നുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങോട്ട് പോയി ആരാധന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അർപ്പകന്റെ കയ്യിലോട്ട് നിങ്ങൾ നോക്ക. ഒരു കിണ്ണത്തിൽ ഒരു പിടിച്ചാൽ എവിടെ വെന്തരിഞ്ഞി പച്ചമാംസം അവന്റെ യാഗപീഠത്തിങ്കൽ ആരാധന. എന്താ നമ്മളിലെ അസൂയ, ഭിന്നത, അഹങ്കാരം, ഉന്നത ഭാവം, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമ, ഛാതി, വിടക്ക് കണ്ണ്, ഭൂമിയിലുള്ള നമ്മുടെ അവയവങ്ങളെ യാഗപീഠത്തിങ്കൽ വെച്ച് അവങ്കിൽ നിന്ന് രാത്രി ഇറങ്ങേണ്ടതിന് ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ
ഡിവിഷൻ സ്പിരിറ്റ് നിനക്കില്ല. ആരാധിക്കുന്ന ദൈവമൈതലേ, അമ്മയെ കണ്ടാൽ അമ്മയാണെന്നും മോളെ കണ്ടാൽ മോളാണെന്നും ആമേൻ അപ്പനെ കണ്ടാൽ അപ്പനാണെന്നും ആമേൻ സഹോദരിമാരെ കണ്ടാൽ മൂത്തവരെ കണ്ടാൽ അമ്മയെ പോലെയും ഇളയവരെ കണ്ടാൽ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും കസവുമുണ്ട്. വേണോ ജാതികളോട് ഇടകലരുന്ന ഇസ്രായേലിന്റെ ചരിത്രം പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഒരു മനുഷ്യൻ കയറി വരുന്നു എന്ന് കേൾക്കുമ്പോ പെന്തക്കോസ്തുകാരന്റെ വീട്ടില് ഈ ഇലവെട്ടി ചോറുണ്ണുന്നു എങ്കിൽ ആ നിമിഷം മുതൽ നിന്റെ വീട്ടിൽ മാവേലി വന്നിട്ടുണ്ട്. പേടി ക്രിസ്തു ഈ വീടിന്റെ നായകനെ എഴുതിയച്ച് മാവേലിയുടെ കൂടി ഇരുന്ന് ചോറുണ്ടച്ച് ആത്മാവിൽ ആരാധിക്കാൻ വന്ന ആരാധന വെളിപ്പെടുകയാണ്. നമ്മളിതൊക്കെ വീട്ടിറങ്ങി കണ്ണു തുറന്നിറങ്ങിയവരാ വരച്ചു കൂട്ടിയിടത്തുമെന്ന് ക്രൂശിന്റെ ആഴം അനുഭവിച്ചറിഞ്ഞിറങ്ങിയ ദൈവമൈതലേ, ക്രൂശിന്റെ ഒരു ആഘോഷമാ, ക്രൂശിന്റെ ഒരു അടയാളമാ, ക്രൂശിന്റെ ഒരു ആർഭാടമാ, ഹല്ലേലൂയ, ക്രൂശിന്റെ ഒരു ബിസിനസ്. ക്രൂശൻ ഓർക്കുമ്പോൾ അതിന് ചുവട്ടിൽ നിനക്ക് തലപോലൊന്നും വരികയില്ല. എന്റെ പകരക്കാരനാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് വില കൊടുത്ത് വാങ്ങപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, പുറകോട്ട് നടക്കല്ലേ, വിട്ടതിലോട്ട് പോവല്ലേ, മുന്നോട്ട് നടക്ക്.
പട്ടിണി, പൈതാഹം, നഗ്നത, സങ്കടം, വാള, കാരാഗ്രഹം, ആമേൻ ആമേൻ, എന്തെല്ലാം ലിസ്റ്റ്, ദുഷ്കീർത്തി, സൽകീർത്തി, മാന, അപമാനങ്ങൾ, മരണവിധിക്ക് നിർത്തിയവരെ പോലെ മാറി നിൽക്കുന്ന പൗലോസ് പറയുകയോ, ഞാൻ പിറകോട്ടില്ല, ഞാൻ പിറകോട്ടില്ല, ക്രിസ്തുവിനെ നേടേണ്ടതിന് മുന്നോട്ട് നമുക്ക് നീങ്ങാം. എവിടെയെങ്കിലും നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പുറമോട്ടൊരു കാര്യം വെച്ചെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാ, ആ അനുദമിക്ക്, നിലവിളിക്ക്, ഇനി വേലി ചെയ്യുകയില്ലെന്ന് തീരുമാനമാണ്. മുന്നോട്ട് പോ. ആരാധനയ്ക്ക് വരുമ്പോ ദൈവമക്കളെ ഭാഷൻ പരേഡൊന്നും അല്ല ഇവിടെ. നമ്മൾക്ക് എന്നാ ഭാഷന് സ്വത്രം, ഇത് കൊള്ളാവുന്ന ഒരു തലവേദനയ്ക്കുണ്ടോ? ഇതൊന്നും അല്ല ആരാധന. വന്നിരിക്കുമ്പോ മുതൽ ദൈവത്തിന്, ഞാൻ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ദൈവത്തിന്റെ പൈതല്, എന്നോടുള്ള ദൈവകൃപയോർത്ത് ഞാൻ സമൂഹമധ്യേ ദേവാലയത്തിലേക്ക് ചെന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുക. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ യഹോവയുടെ ആലയത്തിലേക്ക് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളം സന്തോഷിച്ചു. സൈന്യങ്ങളെ ഞാൻ 27 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയുടെ ഒരു കാര്യം അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തോ ഞാൻ ചോദിച്ചു, ദാവീദ് രാജാവ് ദേവാലയം എവിടെ? അദ്ദേഹത്തിന്റെ കാലത്ത് എന്തോ ഇല്ല, സലോമോനാ ദേവാലയം പണിതത്. പക്ഷേ താൻ പറയുക, എനിക്ക് എപ്പോഴും ഇവിടെ പാർക്കണം. അതെങ്ങനെയാ പാർക്കുന്നത്? കല്ലും മരവും കൊണ്ടുള്ള ഒരു ദേവാലയമല്ല ദാവീദിന്റെ അകത്ത്. ദാവീദിന്റെ അകത്ത് ദൈവതേജസ് ഇറങ്ങി വസിക്കുന്ന പെട്ടിയുടെ ആഴം. അതില്ലാത്ത കല്ലുകൊണ്ടുള്ള ദേവാലയം എന്തിനാ? മരം കൊണ്ടുള്ള ദേവാലയം എന്തിനാ? അവൻ കൈപ്പണിയായതിൽ ഇന്ന് രാത്രി ഒരു കാര്യം നോക്കാം. പകർന്ന ദൈവകൃപ, പകർന്ന തേജസ് നഷ്ടപ്പെട്ടാൽ നാം വെറും ജഡം, നാം വെറും ശവം. ഹല്ലേലൂയ. ഈ രാത്രിയെ ഓർത്ത് ആരാധിച്ച് പുറത്തുക. കണ്ണടപ്പിക്കുന്ന ഈ പ്രവാചകന്റെ കൂടെ ആണേലും കണ്ണു തുറന്നില്ലേ കിട്ടുന്നതൊക്കെ വീട്ടിൽ കൊണ്ടു. ഇരിപ്പ് പ്രവാചകന്റെ കൂടെ ആണേലും ആ കെയർ ഓഫിൽ ചെന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത് വീട്ടിൽ കൊണ്ടുപോവാ. എലീശ പറഞ്ഞു, കൂടെ അത് മാത്രമല്ല ഇതും കൂടി ഇരിക്കട്ടെ. ഈ വേണ്ടാത്തതിനൊക്കെ പോയാൽ ചില പ്ലസ് കൂടെ നമ്മുടെ കൂടെ കൂടും. ഈ അബ്രഹാം വേണ്ടാതെ ഒരു ശകലം പുറമോട്ട് കാല് വെച്ചപ്പോൾ ഫിലിസ്തീൻ രാജാവ് പറഞ്ഞു ഇതും കൂടി, സോദോം രാജാവ് പറഞ്ഞു ഇതും കൂടി ഇരിക്കട്ടെ. തലവേദന എന്നും മാറില്ല. മനസ്സിലായോ? അല്ലെ വീട്ടിൽ മനസ്സിലാവും. എവിടോട്ടേലും പുറമോട്ട് കാല് വെക്കുമ്പോൾ ഓർത്തോണം പലതും പറ്റിക്കൂടും. നിസ്സാരമല്ല. കണ്ണു തുറന്നവർക്കായി ഒരു നഗരം ഒരുക്കി. ദേശത്തെ കീഴ്മേൽ മറിച്ച ദൈവശക്തിയുടെ ശുശ്രൂഷ ചെയ്ത ശിംശോൻ സ്വരക്ക് താഴ്വരയിൽ വെച്ച് തകർന്നടിഞ്ഞ് കണ്ണ് പൊട്ടപ്പെട്ടവനായി മാറി. ഇതിലേ എത്ര നാൾ നീ ശുശ്രൂഷിച്ചു എന്നുള്ളതല്ല. ചില താഴ്വരകൾ നിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തും. ചില കുന്നുകൾ നിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തും. താഴ്വരയിൽ ഇറങ്ങുമ്പോൾ അത് കൂരിരുളാണെങ്കിലും
മൂടുപടത്തിനകത്ത് വേഷം മാറി പലതും അതിനകത്തിരുന്നെന്ന് വരാം. ശിംശോനേ, നീ അത് വിവേചിച്ചിരുന്നു എങ്കിൽ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് വെച്ച് തകർന്നടിഞ്ഞു പോയ ശിംശോൻ അതേ ഗസയിലേക്ക് ആത്മനിറവുള്ള ഫിലിപ്പോസിനെ ദൈവം അയക്കുകയാണ്. ആത്മശക്തിയുള്ളവൻ തകർന്നിടത്ത് ആത്മനിറവുള്ളവൻ കടന്നുപോയപ്പോൾ ഒരു പെന്തക്കോസ്ത് അവിടെ വെളിപ്പെടുകയായിരുന്നു. ഒരു ഷണ്ണൻ ദൈവവചനത്തിന് കീഴ്പ്പെടുന്നു. ദൈവത്തിന്റെ പൈതലേ, പിതാക്കന്മാരുടെ വീഴ്ച പറയുമ്പോൾ നമ്മളും പോയി അതിനകത്ത് വീണ കുഴപ്പമില്ലെന്നല്ല. സ്തോത്രം സ്തോത്രം. അവര് വീണ പോയിന്റുകൾ റെഡ് ലൈൻ കൊണ്ട് വരച്ചു കാട്ടിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവിടെ വരുമ്പോൾ ബ്രേക്ക് ഇടേണ്ടതുപോലെ ഇട്ട് നോക്കേണ്ടതെല്ലാം നോക്കി ചാടിക്കടക്കേണ്ടത് ചാടിക്കടക്കാനാണ് ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനോടുകൂടെ തെസ്സലോനിക്ക യുദ്ധം ചെയ്ത് പോരാളിയായി നിന്ന ദേമാസ് തെസ്സലോനിക്കയിൽ ശുശ്രൂഷയ്ക്ക് പോയി, പിന്നെ തിരിച്ചു വന്നില്ല. എന്റെ കൂട്ടുവേലക്കാരൻ എന്ന് പൗലോസ് ആദ്യം പറഞ്ഞു, പിന്നെ പറയുന്നു എന്റെ സ്നേഹി, എന്റെ സഹോദരൻ. മൂന്നാമത് തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നു വെറും ദേമാസ്. അഡ്രസ് എല്ലാം പോയി. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയാം? പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നമുക്കും കണ്ണിനെ കുരുടാക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം നമ്മുടെ മനസ്സ് കുരുടാക്കുവാൻ ബദ്ധപ്പാടുകൾ ഇവിടെ കഴിക്കുമ്പോൾ ആമേൻ കണ്ണിലെഴുതാൻ ലേപം വാങ്ങി, എവിടെയെങ്കിലും മങ്ങലുണ്ടെങ്കിൽ ആ ലേപം വാങ്ങി തേച്ച് കണ്ണു തുറക്കപ്പെട്ടവരായി പ്രാണപ്രിയന്റെ ശബ്ദം കേൾക്കേണ്ടതിന്, അവനെ മുഖാമുഖം കാണേണ്ടതിന് നാം മുന്നോട്ട് നീങ്ങേ മതിയാകും. ഇന്ന് രാത്രി അതിന്റെ ബാക്കി കമ്പി വാചകങ്ങൾ പോലെ പറഞ്ഞു വിട്ടേക്കാം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ യോഗ്യത, വാ തുറന്നവർ അങ്ങോട്ട് പോകും. അവർ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞു. സംഖ്യാപുസ്തകം 10:9-10. വേഗത്തിലൊന്ന് വായിച്ചോ. സംഖ്യാപുസ്തകം 10:9-10. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ജനിക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതണം. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ യുദ്ധം ജയിക്കത്തില്ല. എല്ലാവരും പറയുന്നത് എന്നാണ്? അല്ലേ, എന്തൊക്കെക്കാരെല്ലാം കൂടെ കടന്നു മിണ്ടായിരുന്നായിരുന്നു. ഇത് പഴയ വലിയപ്പ പണ്ടപ്പച്ചന്മാര് ബുദ്ധിയും ബോധവും ഇല്ലാതെ കിടന്ന് തുള്ളിയെന്നും പറഞ്ഞു. ഇപ്പം നമ്മളൊക്കെ ആരാ? ഇരുന്നോ ഇവിടെ വായിച്ച തന്നെ ദേശത്തിന്റെ ശത്രു നിന്നെ ഞെരുക്കുമ്പോൾ ഗംഭീര ധ്വനിയുള്ള കാഹളമൂതണം. എന്റെ താഴെ ഒരു വാക്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കേട്ടോ. എന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഓർത്ത്. അതിന്റെ കീഴിലൊന്ന് വരച്ചേ. സ്വത്രം. എന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഓർത്ത്. ഈ അലക്കുന്നതൊക്കെ ഞങ്ങളെ ഓർക്കുന്നുണ്ടാ. സ്വത്രം. 37 കൊല്ലമായിട്ട് ഇതിന് കേടുകൂടാതെ പോകുന്നത്. പലരും പറഞ്ഞു വയസ്സാകുക അച്ഛനൊക്കെ കുറയ്ക്കണമെന്ന്. ഞാൻ പറഞ്ഞു സാധാരണ നീ എന്നാ പറഞ്ഞാലും പ്രാണം പോകുന്നവരെ ഇതിങ്ങനെ പോകും. സ്വന്തമായിട്ടൊന്നും വരുന്നതല്ല ദൈവ വൈദ്യലേ. ഇത് അകത്തു വ്യാപരിക്കുന്ന ദൈവ ശ്രേഷ്ഠതയുടെ കയ്യിലിരിക്കുന്ന കാഹളത്തിന്റെ വലുപ്പമായത്. ഇന്ന് രാത്രി നാം ഒന്നിച്ചാർപ്പെട്ട വ്യക്തികൾക്ക് നേരെ, കുടുംബങ്ങൾക്ക് നേരെ, സഭകൾക്ക് നേരെ, ശുശ്രൂഷയ്ക്ക് നേരെ, ആരോഗ്യത്തിന് നേരെ, നന്മയ്ക്ക് നേരെ, ഭാവിക്ക് നേരെ ശത്രു കെട്ടിപ്പൊക്കിയോ യഹോവയുടെ മതില്
നിമിത്തം പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ കൂടെ വരാൻ ആളില്ല, ആൾബലമില്ല, പണബലമില്ല, സ്തോത്രം, രാഷ്ട്രീയ ബലമില്ല. പക്ഷെ അവിടെ ചെന്നിരുന്നു. SI ഇവിടെ ഇരിക്കുക, എനിക്ക് കസേര ഇട്ട് തന്നു. സിസ്റ്റർ അവിടെ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ അവിടെ ഇരുന്നു. കാര്യങ്ങൾ ചോദിച്ചു. അയാളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ അധരം അനക്കി പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഏൻ മാർത്താത്തില്ലേ, നീ എന്നാ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞതോ അത് ഞാനൊരു ക്രിസ്ത്യനാണ്, എനിക്കിത് പറഞ്ഞു നോക്കുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ കേസില്ലാതെ എന്നെ വീട്ടിൽ വിട്ടു. ഇതൊന്നും ചുമ്മാ പറയുന്ന, നീ പറയുന്നതിന് വിലയുണ്ട്. നീ മനുഷ്യനോടല്ല, ദൈവത്തോടാ നീ സംസാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, പണ്ടത്തേതല്ല, പണ്ടത്തേത് പറയണ്ട. ജീവന്റെ പുതുക്കത്തിൽ ആരാധിക്കുക, അക്ഷരത്തിന്റെ പഴക്കമല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ ആരാധിക്കുക. ഇന്ന് രാത്രി ആത്മാവിന്റെ പുതുക്കം വരണമെങ്കിൽ പഴയതൊക്കെ നീ വാ തുറന്ന് പറയുകടാ, വേണ്ടാത്തതൊക്കെ വിട്. നിന്റെ വായ വിസ്താരത്തിൽ കുറുക്ക്, ദൈവം അതിനെ നിറയ്ക്കുകയില്ല. Praise the Lord, praise the Lord, praise the Lord. ദൈവത്തിന്റെ പൈതലെ, ഗംഭീര ധ്വനിയുള്ള കാഹളം നിൽക്കുമ്പോൾ, ദേശത്തുള്ള ശത്രു നിന്നെ ഞെരുക്കുമ്പോൾ, ആത്മമണ്ഡലത്തിൽ നിന്റെ ജോലിയിൽ നിന്നെ ശത്രു ഞെരുക്കുമ്പോൾ, നിന്റെ വീട്ടിനകത്തുള്ള ചില ആരാധനയ്ക്ക് വിടാതെ നിന്നെ ഞെരുക്കുമ്പോൾ, ആമേൻ, ദൈവസഭയ്ക്ക് അകത്തു വന്നാലും ചില വ്യക്തികൾ ഞെരുക്കം അനുഭവിക്കുമ്പോൾ, മറ്റു വേറെ മരുന്നൊന്നുമില്ല. കയ്യിലുള്ള കാഹളം ഉറക്കെ ഊള. യേശുവിന്റെ നാമത്തിൽ രോഗശക്തികൾ ഒഴിഞ്ഞു മാറട്ടെ, പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഒഴിഞ്ഞു മാറട്ടെ. നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. മൂന്നാമത്തത്, വിട്ടുപോകുന്നതിനെ ഓർക്കാത്തവർ. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നു എങ്കിൽ, എടുത്തിരുന്നു എങ്കിൽ നല്ല, ഓർത്തിരുന്നെങ്കിൽ നബിജ, എടുത്തിരുന്നെങ്കിൽ നല്ല. എത്ര വട്ടം പറഞ്ഞു പഴയതായിരുന്നു നല്ലത്, പഴയത് നല്ലതായിരുന്നത് എത്ര വട്ടം പറഞ്ഞെന്നറിയാമോ? ഒരു സോറി ചോദിക്കാൻ മനസ്സുണ്ടോ? വിട്ടുപോകുന്നതിനെ എന്നൊക്കെ പറഞ്ഞു, ഓർത്തിരുന്നു എങ്കിൽ. വിട്ടുപോകുന്നതിനെ ഓർക്കാത്തവർ. മിസ്രയീം വിട്ടെങ്കിലും ഹൃദയത്തിൽ നിന്ന് മിസ്രയീം പോയില്ല. തന്നിമിത്തം മരുഭൂമിയിൽ കുറെ ശവങ്ങൾ. ഹൃദയത്തിൽ നിന്ന് മിസ്രയീം വിട്ട 2 എണ്ണം കനാൻ നാട്ടിലെത്തി. ഇതിലെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് അങ്ങ് എത്തണമെന്നില്ല, അങ്ങ് എത്തിക്കുകയില്ല. വിട്ടതിനെ ഓർത്തിരുന്നു എങ്കിൽ, വിട്ടതിനെ ഓർക്കാതെ നിത്യജീവൻ എന്തൊക്കെ വിട്ടു? ദ്രവ്യാഗ്രഹം വിട്ടു, ആ യൗവനമോഹം വിട്ടു. അതിനടുത്ത് വായിക്കാൻ ഒത്തിരി ഉണ്ടെന്ന് സമയമില്ല. ഈ യൗവനക്കാരായ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ഇതൊരു വല്ലാത്ത വനമാണ്. എന്ത് വനം? യൗവനം. വല്ലാത്ത വനമായി. നല്ലതാ, ഈ പോയി അതിൻ്റെ അരികിലൊക്കെ ഇരിക്കുന്നത് നല്ലതാ. പക്ഷെ അകത്തോട്ടൊരു കാന്തശക്തിയുണ്ട്. വല്ലാത്ത മൃഗങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. മാത്രമല്ല ഒത്തിരി കാട്ടുവള്ളികളുമുണ്ട്. എന്തൊരു സൈലന്റ് ആയാലും യൗവനത്തിൽ കണ്ണിന് കൗതുകവും, കാതിന് ഇമ്പവും, നാവിന് രുചിയും, ശരീരത്തിന് എന്റർടൈൻമെന്റും ഒക്കെ തരുന്നത് ഈ വനത്തിലുണ്ട്. പക്ഷേ
ശലോമോൻ ഒരു ദൂത് വിളിച്ചു പറഞ്ഞു, യൗവനമൊക്കെ നല്ലതാ, സൃഷ്ടാവിനെ ഓർത്തു, ഇല്ലെങ്കിൽ ദുർദിവസങ്ങൾ വരും. യൗവനമോഹത്തെ വിട്ടോടുക, അഭക്തി വിട്ടോടുക, ഹല്ലേലൂയ, നീതിയല്ലാത്തത് വിട്ടോടുക, ദുർനടപ്പ് വിട്ടോടുക, വിഗ്രഹാരാധന വിട്ടോടുക. ഇതെല്ലാം വിശ്വാസികളോടാ പറയുന്നത് കേട്ടോ, പുറത്തുള്ളവരോടല്ല. കൊരിന്ത്യ വിശ്വാസികളോട്, തീമോഥെയോസിനോട്, ഹല്ലേലൂയ, വേണ്ടാത്തതെല്ലാം സഭയെ പ്രബോധിപ്പിക്കേണ്ടത് തീമോഥെയോസിനോട് പറയുക. അവരോട് പറ, ഇതെല്ലാം വിട്ടോടി നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, ചിലത് പിടിച്ചുകൊള്ളുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഇന്ന് രാത്രി വിട്ടുപോകുന്നതിനെ ഓർക്കാതെ, വേണ്ട, രുചിച്ചതിനെ വിട്ടു, തൊട്ടതിനെ വിട്ടു, കണ്ടതിനെ വിട്ടു, കേട്ടതിനെ വിട്ടു, തൊട്ടതിനെ വിട്ടു, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം വലിച്ചെറിഞ്ഞ് ഇറങ്ങിയെങ്കിൽ നമുക്ക് മുറുകെ പിടിക്കാനൊന്നുണ്ട്. നിത്യജീവനെ പിടിച്ചുകൊള്ളാം, നീതി പിടിച്ചുകൊള്ളാം, വിശുദ്ധി പിടിച്ചുകൊള്ളാം. അടുത്തത്, ഏറ്റവും നല്ലതിനെ കാംക്ഷിച്ചവർ, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചു. ലോകത്തിൽ വിലയുള്ളതേതാ, വിലയില്ലാത്തതേതാ എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മുറുകെ പിടിക്കാം. ലോകവും 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 അതിന്റെ മോഹവും, ലോകവും അതിന്റെ മോഹവും, ലോകവും അതിന്റെ ചില്ലറയല്ല, അതൊക്കെ എടുത്ത് പഠിച്ചാലുണ്ടല്ലോ. ലോകവും അതിന്റെ മോഹവും. ഫിലിം സ്റ്റാറിനെ കാണുമ്പോൾ അതിനെ അനുകരിക്കാനുള്ള നിന്റെ അകത്തളത്തിലെ മോഹമുണ്ടല്ലോ. നമ്മുടെ മോഡൽ ആരാ? നന്മ വരുമോ എന്ന് ചോദിച്ച ദേശത്ത് പോലും നസ്രയത്തിൽ നിന്നൊരു മോഡൽ ഇറങ്ങി വരികയാണ്. ലോകത്തിന് മോഡലായവൻ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചു. അവസാനിച്ചത് ദൈവം പറയുക, ഞാൻ അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നു. സാക്ഷ്യം നിലനിർത്തിയവർ, ഇന്നെല്ലാം കൂറുമാറുന്ന സാക്ഷികൾ, സന്തോഷത്തോടെ ഇറങ്ങി അല്ലേ? രക്തസാക്ഷികൾ, കൂറുമാറുന്ന സാക്ഷികൾ, മഹിമ കണ്ട സാക്ഷികൾ, ഒത്തിരി സാക്ഷികളുണ്ട്. സുവിശേഷത്തിന്റെ സാക്ഷികൾ. ദൈവത്തിന് പൈതലെ, ദൈവത്തിന് ഭൂമി മറ്റൊരാളോട് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ എൻ്റെ ദാസനായ അനന്യാസ് നേർവീതി എന്ന തെരുവിൽ, അനന്യാസേ അഡ്രസ് കൊടുക്കുക. ദൈവം പഴയ നിയമത്തിലല്ല, സഭായുഗത്തിൽ നമ്മുടെ അഡ്രസ് കർത്താവിന് അറിയാം കേട്ടോ. നമ്മൾ ഇരിക്കുന്നത് എവിടാന്ന് അവനറിയാം, നമ്മുടെ പേരവനറിയാം. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ അടയ്ക്കട്ടെ. കണ്ണു തുറന്നവർക്കായി അവനൊരു നഗരം ഒരുക്കിയിരിക്കുന്നു. വാ തുറന്നവർക്കായി അവനൊരു നഗരം ഒരുക്കിയിരിക്കുന്നു. വിട്ടുപോകുന്നതിനെ ഓർക്കാത്തവർക്കായി അവനൊരു നഗരം ഒരുക്കിയിരിക്കുന്നു. അധികം നല്ലതിനെ കാംക്ഷിച്ചവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. ജീവിത സാക്ഷ്യം നിലനിർത്തിയവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. ഈ ക്വാളിറ്റിയിൽ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കൃപാസനം ഇന്നും ഭൂമിയിലുണ്ട്. കൃപാസനം ഇന്നും ഭൂമിയിലുണ്ട്. കരുണ പ്രാപിപ്പാൻ, സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ഓടിച്ചെല്ലാം നമുക്ക് ഇന്ന് രാത്രി. കർത്താവേ, എന്നെ ഒന്ന് ഉണർത്തണമേ, എന്റെ അലസത മാറണമേ, എന്റെ മന്ദത മാറണമേ. എന്റെ അകത്ത് ദൈവസ്നേഹം കുറഞ്ഞു, നന്നിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം ഇന്ന് രാത്രി എന്റെ അകത്തോട്ട് ആമേൻ മലവെള്ളം പാച്ചിൽ പോലെ ഒഴുക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതല്. ആ നഗരത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവർക്കും നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാവർക്കും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കാതെ ഹല്ലേലൂയ, വിശ്വാസത്തിൽ
അവരെല്ലാവരും വാഗ്ദത്തം പ്രാപിച്ചു. ഹല്ലേലൂയ. നമുക്ക് ധൈര്യത്തോടെ നശിച്ചിടുന്നു യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പലവ്യാധികളാജനം നശിച്ചിടുന്നു രാജരാജങ്ങളോട് തുടങ്ങിയല്ലോ ഒരുങ്ങീട രാജരാജങ്ങളോട് തുടങ്ങിയല്ലോ ഒരുങ്ങീട വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിയില്ല പ്രിയതരുവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിയില്ല പ്രിയതരുവാതിൽ താമസമേറെയില്ല ആകാശത്തിൽ ശക്തിയിളകുന്നതാ ഭൂമി രണ്ടു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ആകാശത്തിൽ ശക്തിയിളകുന്നതാ ഭൂമി രണ്ടു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു ജീവനായിടുന്നു ഒരുങ്ങീട ജനം പേടിച്ചു ജീവനായിടുന്നു ഒരുങ്ങീട വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിയില്ല പ്രിയതരുവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിയില്ല പ്രിയതരുവാതിൽ താമസമേറെയില്ല ിടുക അണവാളെ വരാവറ്റമടുത്തുപോയി ിടുക അണവാളെ വരാവറ്റമടുത്തുപോയി മണിയാറേ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് അവസാനിക്കും. Hallelujah. Praise God. Hallelujah. Thank you, Jesus. Thank you, Lord. Hallelujah. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ രാത്രികാലം അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. Hallelujah. കർത്താവേ, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമായിരിക്കുമ്പോൾ പലപ്പോഴും കാണുന്ന പലതിനെയും ആശിച്ചും കാണാത്തതിനെ കുറിച്ച് യാതൊരു ആശയമില്ലാത്തവരായി ഞങ്ങൾ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ ഒരു ഭാഗത്ത് കർത്താവ് വിശ്വാസത്തിന് വേണ്ടി അനേക രക്തസാക്ഷികളായി കൊണ്ടിരിക്കുമ്പോൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അധികം താമസിയാതെ ഞങ്ങളുടെ വിശ്വാസം അതിന്റെ പരിശോധനകൾ കടന്നു വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി വിശ്വാസത്തോടെ ജീവിക്കുവാൻ, ഉന്മേഷമുള്ളവരായി ജീവിക്കുവാൻ, കർത്താവെ ഉത്സാഹമുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് തന്ന
തന്ന ആഹ്വാനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസിയെ പൂർവാധികം ബലത്തോടെ പിന്നെ നിർത്തിക്കൊള്ളുമാറാകണം. പലപ്പോഴും ഞങ്ങളുടെ ഇടയിലുള്ള കർത്താവെ സഭകളൊക്കെയും അതേ കർത്താവെ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കണമെന്ന് പറയുന്ന അവസ്ഥയിൽ കർത്താവെ പിശാചിന്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ കഴിയാതെ അവന്റെ വിവിധങ്ങളായ തന്ത്രങ്ങളിൽ അതേ കുടുങ്ങിപ്പോയിട്ട് ഉപജീവന ചിന്തകളാലും എന്തിന് വേണ്ടി കുടുക്കി വേണ്ടിയെടുക്കും ഇതിനെ കുറിച്ചുള്ള ഭാരങ്ങളാലും പലപ്പോഴും കലങ്ങിയിരിക്കുമ്പോൾ കർത്താവെ വാർത്തയെ പോലെ പലപ്പോഴും ഞങ്ങളായിരിക്കുമ്പോൾ ആ മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുവാൻ കഴിയത്തില്ല. ഒരു ദർശനം പ്രാപിച്ചവർക്ക് കർത്താവെ സാഹചര്യങ്ങളെങ്ങനെയായാലും അതെത്ര പ്രതികൂലമായാലും ആ ദർശനത്തിൽ നിന്ന് മാറുവാൻ കഴിയത്തില്ല. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവശമായ യേശുവിനെ നോക്കിക്കൊണ്ട് അവന്റെ അടുക്കലെത്തുവോളം എന്തെല്ലാം വന്നാലും ഓടിക്കൊണ്ടേ ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ ദൗത്യമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. രാത്രികാലം കടന്നു വന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച സ്തോത്രം. പിന്നെ ശുശ്രൂഷിപ്പാൻ നാളെ വൈകിട്ട് കർത്താവെ നിന്റെ മകളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ കേൾക്കുന്നതിൽ ഞങ്ങൾ ഉത്തരവാദികളാണ്. കേൾക്കാതിരുന്നാൽ കർത്താവെ വ്യത്യസ്തമുണ്ട്. എന്നാൽ ഞങ്ങൾ കേൾക്കുന്ന ഓരോ വാക്കിനും ഞങ്ങൾ ഉത്തരവാദിത്വമുള്ളവരാകയാൽ അതിന് ഫലം പുറപ്പെടുവിപ്പാൻ സഹായിക്കണം. പ്രകാരം ഒരുക്കുവാൻ തക്കവണ്ണം കർത്താവ് ജോൺ തോമസിനെ കർത്താവെ നീ കൊടുത്തതായ ആ വലിയ കർത്താവ് ഉത്സാഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വരും ദിവസങ്ങളിൽ ഫലം കാണി സന്തോഷിപ്പാൻ ഇടയാക്കണം. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരോടും പ്രത്യേകിച്ച് രാത്രികാലം കേട്ട ദൈവമാനത്തോടും ശുശ്രൂഷ കർത്താവിന്റെ ദാസിയോടും ശുശ്രൂഷയോടും കൂടെ ഇപ്പോഴും എന്നേക്കും കർത്താവിന്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇനി രാത്രികാലം നമുക്ക് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം.